ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സംഭവിക്കുന്നതാണ്. നീ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറഞ്ഞ പത്രോസിനോട് മറ്റ് ശിഷ്യന്മാരോടുമായി താൻ അനുഭവിക്കാനിരിക്കുന്ന പീഡാനുഭവങ്ങളെക്കുറിച്ച് യേശു ആദ്യമായി വെളിപ്പെടുത്തുന്ന ഭാഗമാണിത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ കുരിശാണ് എന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് അസന്നിഗ്ധമായി പറയുന്നു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കേണ്ടിയിരിക്കുന്നു, അവൻ വധിക്കപ്പെടേണ്ടിയിരിക്കുന്നു, 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണം ഒരു അപകടമല്ല, മറിച്ച് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ഉദ്ധാനവും സന്തോഷവും മാത്രം ആഗ്രഹിക്കുന്നു. എന്നാൽ സഹനമില്ലാതെ ഉദ്ധാനമില്ല എന്ന വലിയ ഒരു സത്യം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ വാക്കുകൾ കേട്ട പത്രോസ് അവനെ മാറ്റി നിർത്തി ഗുണദോഷിക്കുവാൻ തുടങ്ങി. പത്രോസിന് ഒരു വിജയിയായ മിശിഹായെ ആയിരുന്നു ആവശ്യം, സഹിക്കുന്ന മിശിഹായെയല്ല. യേശു പത്രോസിനെ സഹായിക്കുന്നത് ഒന്ന് നോക്കുക. സാത്താനെ, എൻ്റെ പിന്നിലേക്ക് പോകൂ, നിന്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷികമാണ് എന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് സംഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നാം മാനുഷികമായി ചിന്തിക്കുന്നു. ദൈവഹിതം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് നാം ദൈവപുത്രരാകുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ഏതൊരു ചിന്തയും സാത്താനിൽ നിന്നാണ് എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യഥാർത്ഥ ശിഷ്യനാകാൻ 3 കാര്യങ്ങളാണ് യേശു ആവശ്യപ്പെടുന്നത്. തന്നെ പരിത്യജിക്കുക, നമ്മുടെ സ്വാർത്ഥതയെയും അഹന്തയെയും ഉപേക്ഷിക്കുക, ഞാനെന്ന ഭാവം മാറി ദൈവം എന്ന ഭാവം വരണം. രണ്ടാമതായി കുരിശെടുക്കുക, നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും പരാതിയില്ലാതെ ഏറ്റെടുക്കുക. മൂന്നാമതായി യേശുവിനെ അനുഗമിക്കുക, യേശു നടന്ന വഴിയിലൂടെ അവൻ്റെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക. ഒരാൾ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? ഇന്നത്തെ ഉപഭോഗ സംസാരത്തിൽ നാം പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പായുമ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഏറെ പ്രസക്തമാണ്. മരണം കഴിയുമ്പോൾ നാം കൂടെ കൊണ്ടുപോകുന്നത് നമ്മുടെ ആസ്തികളല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയാണ്. യേശുവിനെക്കുറിച്ചോ അവൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലംഘിക്കുന്നവരെക്കുറിച്ച് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. അവസാനം ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണാനിരിക്കുന്ന ചിലരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവൻ പ്രത്യാശ നൽകുന്നു. കുരിശിൻ്റെ വഴി അവസാനിക്കുന്നത് മഹത്വത്തിലാണ്. പ്രിയപ്പെട്ടവരെ, കുരിശില്ലാതെ ഒരു ക്രിസ്തുമതം ലോകം വാഗ്ദാനം ചെയ്തേക്കാം, എന്നാൽ കുരിശില്ലാതെ ക്രിസ്തുവില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ സഹനങ്ങളെയും ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. പത്രോസിനെ പോലെ മാനുഷികമായി ചിന്തിക്കാതെ ദൈവഹിതത്തിന് കീഴ്പ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. തൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ എനിക്ക് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വഴികാട്ടിയായിരിക്കട്ടെ.